ഹലോ. ഇന്ന് നമുക്ക് കുറച്ച് എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലേഴ്സ് കണ്ടാലോ. ഞാനിവിടെ ലോവിസ കോളറ്റ് എന്ന 2 ഷോപ്സാണ് ഉള്ളത്. നമുക്ക് അവിടെയാണ് കൂടുതലായിട്ട് മാലയും കമ്മലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ആദ്യം നമുക്ക് മാല നോക്കിയാലോ. ഇതാണ് ഒരു മാല. കഴുത്തിൽ വെച്ച് കാണിച്ചു തരാം. കുറച്ച് ഹെവി ആയിട്ടുള്ള മാലയാണ്. നമുക്ക് സാരിയും ഒക്കെ ഉടുക്കുമ്പോൾ ഇത് കുറച്ച് ഭംഗിയുള്ളതായിട്ട് തോന്നും. ഇത് ഞാൻ ക്വാളിറ്റിയിൽ നിന്ന് വാങ്ങിയ മാലയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള മാല ഇതും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മാലയാണ്. വെച്ച് കാണിച്ചിട്ട് ഇതും കോളേറ്റ് എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഒരു ട്രഡീഷണൽ ലുക്കുള്ളത്, ഇത് ഞാൻ ലോവിസയിൽ നിന്ന് വാങ്ങിയ മാലയാണ്. ഇത് നമുക്ക് ഓണം ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ടൈമിൽ സെറ്റ് സാരിയോട് കൊടുക്കാൻ നല്ലതാണ്. ഇത് ചോക്കറായിട്ടും നമുക്ക് ഇടാം, അല്ലാതെ നെക്ലേസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് നെക്ലേസാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ചോക്കറുണ്ട്. അതും ചോക്കർ ടൈപ്പ്. പിന്നെ സിൽവർ കളറിലുള്ള നാട്ടിലുള്ള ഒരു ആൻറ്റിക് പീസ് പോലത്തെ ഒരു മാലയുമുണ്ട്. ഇത് ചോക്കറായിട്ടും യൂസ് ചെയ്യാം, നെക്ലേസ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ഫാൻസി ടൈപ്പ് മാലയാണിത്. 3 ലെയേഴ്സ് പോലുള്ളത്. ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് 3 ലെയേഴ്സ് പോലെ. അപ്പോൾ എൻ്റെ മാലയുടെ കളക്ഷൻസ് കഴിഞ്ഞു. ഇനി കുറച്ച് കമ്മൽ കാണിക്കാം. ഞാൻ കമ്മൽ നാട്ടിൽ നിന്ന് വാങ്ങിയ കുറച്ച് കമ്മലുണ്ട്. പിന്നെ ലോവിസയും ക്വാളിറ്റിയിൽ നിന്ന് വാങ്ങിയത്. ഓഫ് കോഴ്സ് ഇവിടെ ഓസ്ട്രേലിയയിലുള്ളത് ലോവിസ ക്വാളിറ്റി എന്നുള്ള 2 ഷോപ്സിൽ നിന്നാണ് നമുക്ക് ജ്വല്ലേഴ്സ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നാട്ടിൽ നിന്ന് വാങ്ങിയത് ആദ്യം കാണിച്ചു തരാം. ഒരു ജിമിക്ക വാങ്ങി. അതേപോലെ തന്നെ ഒരു കമ്മൽ. പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയ മറ്റൊരു കമ്മൽ. ഇത്രയുമാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഇവിടുന്ന് ക്വാളിറ്റിയിൽ നിന്ന് വാങ്ങിയ ഒരു കമ്മൽ. ഇത് ഒരു ട്രഡീഷണൽ പോലെയുള്ളൊരു കമ്മൽ. അതിൻ്റെ കളർ വളരെ ഭംഗിയായിട്ട് തോന്നി. പിന്നെ ക്വാളിറ്റിയിൽ നിന്ന് വാങ്ങിയ ഒരു ലോങ് ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണിത്. ഇത് ഫുൾ സ്റ്റോൺസ് ആണ്. ഈ കമ്മൽ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 4-5 ഇയേഴ്സായി. ഇപ്പോഴും അത് ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഈ കമ്മലുകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാങ്ങിക്കുന്ന ടൈമിൽ അതൊരു സിപ്പ് കവറിൽ ഇട്ട് വെച്ചാൽ, അതായത് സിപ്പ് കവറിനകത്ത് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കളർ പേപ്പർ കിട്ടും. അപ്പോൾ അത് കവർ ചെയ്ത് സിപ്പ് കയറി വെച്ചാൽ ആ കമ്മലിൻ്റെ കളർ ഫെയ്ഡ് ആവില്ല, കുറേ നാൾ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു കമ്മൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുറേ എല്ലാ കളേഴ്സിലും ഉണ്ട്. ഞാൻ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എപ്പോഴും കമ്മൽ മേടിക്കാറുള്ളത്. ബ്ലാക്ക് കളറിലുള്ള മറ്റൊരു കമ്മലൂടെ കാണിച്ചു തരാം. ഇനി ഗ്രീൻ കളറിലുള്ള കമ്മൽ കാണാം. എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ കളറാണ്. നമ്മുടെ ഗ്രേപ്സിൻ്റെ ഒരു ഷേപ്പിലുള്ള കമ്മൽ. അടുത്തത് ത്രെഡിൻ്റെ ടൈപ്പ്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ്, പക്ഷെ ഭയങ്കര പ്രിറ്റിയാണ്. അടുത്ത് ഗ്രീൻ. എല്ലാം ലോവിസയിൽ നിന്ന് വാങ്ങിയ കമ്മലാണ്. എനിക്കൊന്ന് കമ്മൽ ഞാൻ കൂടുതലും വാങ്ങിയിരിക്കുന്നത് ലോവിസയിൽ നിന്നാണ്. അടുത്ത ഒരു ഗ്രീൻ ഷെയ്ഡ് കമ്മൽ നിങ്ങളെ കാണിച്ചു തരാം.
ഈ ടൈപ്പ് ഒന്ന് താഴെ പോയി. ഈ ഷെയ്ഡ്. ഇനി ലാസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള മറ്റൊരു കമ്മൽ. ഗ്രീൻ ഷെയ്ഡിൻ്റെ കഴിഞ്ഞിട്ടില്ല. വീണ്ടും എൻ്റെ കയ്യിൽ ഗ്രീൻ കളറാണെന്ന് തോന്നുന്നു കൂടുതൽ. ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻ കളേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ഇതൊരു ഹൂല പോലത്തെ ടൈപ്പാണ്, പക്ഷേ ഹാഫാണ്, ഹാഫ് ഹൂല പോലത്തേത്. കണ്ടോ, ഇതൊരു ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇനി നമുക്ക് കുറച്ച് ബ്ലൂ ഷെയ്ഡ്സ് ഉള്ളത് കണ്ടാലോ. ബ്ലൂ കളറിൽ, ബ്ലൂവിൽ എൻ്റെ ഇനി ഒരു പെയറും കൂടെ ഉണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്. വളരെ സിമ്പിളാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. അപ്പോൾ ഇടാൻ ഭയങ്കര സുഖവുമാണ്. ഡ്രസ്സിൻസിനൂടെ നല്ലതായിട്ട് മാച്ച് ചെയ്യും. പർപ്പിൾ കളർ ഷെയ്ഡിൽ ഇത് ത്രെഡാണ് അകത്തുള്ളത്. ഒരു പർപ്പിൾ കളറും കൂടിയുണ്ട്. ഇനി റെഡ് കളർ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു റെഡ് കളർ. ഒരു ലീഫിൻ്റെ മോഡൽ പോലെയുണ്ട് അല്ലേ. ഭയങ്കര സിമ്പിളാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ ഒരു ട്രഡീഷണൽ പോലെയുള്ള ഒരു റെഡും പിങ്കും കൂടെ ചേരുന്നൊരു കമ്മലോട് കാണിച്ചു. ഇനി ഒരു പിങ്കിഷ് ഷെയ്ഡിലുള്ള ഒരു കമ്മൽ. പിന്നെ സിൽവറയിൽ ഒരു ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു കമ്മൽ. ഇത് ഞാൻ ലോബീസിൽ നിന്ന് വാങ്ങി. ഇത് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് വൺ ഇതുപോലൊരു ടൈപ്പ് കമ്മൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കമ്മൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.